നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. പത്തനാപുരത്തുനിന്ന് ഒരു വെടിയൊച്ച. AKG സെന്ററിൽ ഇരുന്ന് കുലുങ്ങി വിറച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഗോവിന്ദ, നമുക്കിട്ടുള്ള പണിയല്ലേ ആ വരുന്നതെന്ന് AKG സെന്ററിലും കൂട്ട മോങ്ങലാണിപ്പോൾ. ഗണേശന്റെ വെടിവഴിപാടിന് പാർട്ടി ആഫീസ് മൊത്തം മറുപടി പറയേണ്ട ഗതികേടിലേക്കാണ് ഇപ്പോൾ CPM എത്തിയിരിക്കുന്നത്. കൊടുത്താൽ പത്തനാപുരത്തും കിട്ടും കമ്മികളെ. ഒരു വഴിക്കൂടെ വെളുപ്പിച്ചൊന്നും മെനയാകാൻ CPM നോക്കുമ്പോഴാണ് ഗണേശൻ മന്ത്രി പണിവെച്ചത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ പിണറായി കൂട്ടർക്ക് 4 വഴിക്കൂടെയാണ് അടികിട്ടിക്കൊണ്ടിരിക്കുന്നത്. സ്ത്രീപക്ഷക്കാരെന്ന് വാദിക്കുന്ന പിണറായി ഭരണകൂടത്തിന് ഗണേശനെതിരെ നടപടി എടുക്കേണ്ടി വരും. അതാണ് അവസ്ഥ. പ്രത്യേകിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ പിണറായി നേരിട്ട് ഇടപെട്ടാണ് കേസെടുത്തത്. ഇവിടെ മന്ത്രി പേഴ്സണൽ സ്റ്റാഫുകളെ ഉപയോഗിച്ച് ഭാര്യ ബിന്ദുവിനെ ആക്രമിക്കാനും മൊബൈൽ പിടിച്ചു വാങ്ങാനും വരെ ശ്രമിച്ചിട്ടുണ്ട്. അവരെ കയ്യേറ്റം ചെയ്യുന്ന നിലയിലേക്കാണ് കീഴൂട്ട് വീട്ടിൽ കാര്യങ്ങൾ പോയത്. ഈ സാഹചര്യത്തിൽ ഗണേശനെ വെളുപ്പിക്കാൻ പിണറായിയോ മറ്റാരെങ്കിലുമോ വന്നാൽ ജനം ചൂലുംകെട്ടിനടിക്കും. ഇത്രത്തോളം വലിയ പ്രതിസന്ധി വന്നു നിൽക്കുമ്പോഴും മാധ്യമങ്ങൾക്ക് മുന്നിൽ ഇളിച്ചുകൊണ്ടുവന്ന ഗണേശൻ പറഞ്ഞത് ഇതൊന്നും ഒരു പ്രശ്നമേ അല്ല, പത്തനാപുരത്തെ പെങ്ങന്മാർ എനിക്ക് വോട്ട് ചെയ്യുമെന്നാണ്. പിന്നെ പെങ്ങന്മാർക്കെല്ലാം അതാണല്ലോ തൊഴില്. രാഹുൽ വിഷയത്തിൽ കാണിച്ച ശുഷ്കാന്തി ഗണേശന്റെ കാര്യത്തിലും കാണിക്കണമെന്ന് സൈബറിടം കത്തുന്ന പ്രതിഷേധമാണ് CPMന് നേരെ ഒരു വഴിക്കൂടെ ആഞ്ഞടിച്ചു തുടങ്ങിയിരിക്കുന്നത്. ഇത് CPMനെ വിറപ്പിക്കുന്നുണ്ട്. പാലക്കാട് MLA രാജിവെക്കണം, ആ കസേരയിൽ ഇരിക്കാൻ യോഗ്യതയില്ലെന്ന് ഓരോ ദിവസവും CPMന്റെ ഓരോ നേതാക്കളായിട്ട് രംഗത്ത് വന്നായിരുന്നു കുരച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഗണേശന്റെ കാര്യത്തിൽ വാ തുറക്കാൻ ഇതുവരെ പാർട്ടി തയ്യാറായിട്ടില്ല. സ്ത്രീലമ്പടനെന്നായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തെ പിണറായി വിജയൻ പോലും പറഞ്ഞത്. ഗണേശൻ സ്ത്രീലമ്പടനാണെന്ന് എന്തുകൊണ്ട് പിണറായി വിജയൻ പറയുന്നില്ല? ധാർമ്മികതയുണ്ടെങ്കിൽ ഗണേശനെ അടിച്ചു പുറത്താക്കണം ഈ സർക്കാർ. അതിന് വയ്യെങ്കിൽ ഗണേശന്റെ ലീലാവിലാസത്തിന് വാതിലടച്ച് കാവൽ നിൽക്കുന്നത് കമ്മികളാണെന്ന് ജനങ്ങൾ തെറി പറയും. അത് കേൾക്കേണ്ടി വരും. കാനഡയിൽ നിന്ന് ഒരു ഇമെയിൽ കിട്ടിയപ്പോൾ ചാടി ഇറങ്ങിയ ഇരട്ടച്ചങ്കൻ ബിന്ദു മേനോനും കൂടി നീതി ഉറപ്പാക്കണം. മുഖ്യമന്ത്രിയുടെ അടുത്ത് നേരിട്ട് വന്ന് പരാതിപ്പെട്ട രാഹുൽ മാങ്കൂട്ടത്തിന്റെ 1ാം അതിജീവിതയെയും ചേർത്ത് പിടിച്ച് അവരുടെ ഒരു ഫേസ്ബുക്ക് കുറിപ്പിൽ അതേപോലെ ആ കുറിപ്പെടുത്ത് കപ്പ് വരെ ഉണ്ടാക്കി ചായ കുടിച്ച പിണറായി ഈ കാര്യത്തിലും സ്ത്രീപക്ഷ നിലപാട് സ്വീകരിക്കണം. അല്ലെങ്കിൽ പിള്ളേച്ചൻ കള്ളം കാണിച്ചുവെന്ന് നാട്ടുകാർ പറയും. പിണറായി നാണം കെടുകയും ചെയ്യും. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ പെണ്ണ് കേസ് വെച്ച് സ്ത്രീപക്ഷം തള്ളിമറിച്ചവർക്ക് ഗണേശനെതിരെ നടപടിയെടുക്കാതെ ജനത്തിന്റെ മുഖത്ത് നോക്കാൻ കഴിയില്ല. രാഹുലിന്റെ വിവാദം പൊട്ടിപ്പുറപ്പെട്ടു വന്നപ്പോഴേ പാർട്ടിയിൽ നിന്ന് മാറ്റി നിർത്തി മാതൃക കാണിച്ചിരുന്നു UDF. അതേ മാതൃക CPMൽ നിന്നും പ്രതീക്ഷിക്കുന്നു. തെരഞ്ഞെടുപ്പ് കാലത്ത് മുഖ്യമന്ത്രി പിണറായിക്കും ഇടതുമുന്നണിക്കും തലവേദനയാകുകയാണ് ഇപ്പോഴത്തെ ഈ വിവാദം. വിഷയം കോൺഗ്രസ് ഇതിനോടകം തന്നെ ഏറ്റുപിടിച്ചിട്ടുണ്ട്. തനിക്ക് നേരിട്ട ദുരനുഭവം മുഖ്യമന്ത്രിയുടെ മകളോട് പറഞ്ഞിരുന്നുവെന്നാണ് ഗണേശന്റെ ഭാര്യ ബിന്ദു വെളിപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഉറപ്പായും അത് മുഖ്യമന്ത്രി അറിഞ്ഞിട്ടുണ്ട്. എന്നിട്ട് എന്തുകൊണ്ട് ഇക്കാലം അത്രയും അത് മൂടി വെച്ചു? അതാണ് ചോദ്യം. അതായത് ഗണേശനെ രക്ഷിക്കാൻ പിണറായി കളിച്ചു എന്നുള്ളത് വ്യക്തമാകുകയാണല്ലോ. ഗണേഷ് കുമാറിനെതിരെ ആരോപണങ്ങൾ ശരിവെക്കുമ്പോഴും നിയമ നടപടിക്കില്ല എന്ന നിലപാടിലാണ് ഭാര്യ ബിന്ദു മേനോൻ. ഇത് ഗണേശന് ഒരു ആശ്വാസം നൽകുന്ന വാർത്തയാണ്. പക്ഷേ CPM തീച്ചൂളയിലാണ്. കാട്ടുകോഴിയെ കൂട്ടിലടയ്ക്കാതെ നിവർത്തിയില്ല. സംഭവം ശനിയാഴ്ച നടന്നതാണ്. അത് പൂഴ്ത്തിവെക്കുകയായിരുന്നു സർക്കാർ. പോലീസ് അവിടെ എത്തിയെങ്കിലും ബിന്ദു മേനോനെ സംരക്ഷിക്കാനോ മറ്റൊന്നിനും തന്നെ തയ്യാറാകാതെ അവിടെ നിന്ന് അപ്പോൾ സ്കൂട്ടാകുകയാണ് ചെയ്തത്. വിഷയം കാട്ടുതീ പോലെ പടർന്നതോടെ CPMന്റെ ഇരട്ടത്താപ്പ് പൊളിച്ചടുക്കി പലരും ഇപ്പോൾ രംഗത്തേക്ക് വന്നിരിക്കുകയാണ്. 5000 പേരോട് പ്രണയമുണ്ടെന്ന് പ്രതികരിച്ച് ഗണേഷ് രംഗത്തേക്ക് വന്നിരുന്നല്ലോ. മാധ്യമങ്ങൾക്ക് മുന്നിൽ ചമ്മി നാറി ചൂളിയായിരുന്നു നിൽപ്പ്. എനിക്കൊരു കൂസലുമില്ല, തെറ്റുകാരനല്ല എന്ന് കാണിക്കാനായിരുന്നു മാധ്യമങ്ങളെ ഫേസ് ചെയ്തു വന്നത്. പക്ഷേ നാണം കെട്ട് നിൽക്കുകയാണെന്ന് ഗണേഷിന്റെ മുഖത്ത് നിന്ന് വായിച്ചെടുക്കാമായിരുന്നു. 5000 പേരോട് തോന്നുന്നത് പ്രണയമല്ല, ആ സൂക്കേടിന്റെ പേര് വേറെയാണ് മന്ത്രി. ഗണേശനെയും CPMനെയും വലിച്ചു കീറി ഈ വിഷയത്തിൽ അഞ്ജു പാർവതി പ്രവീഷ് ഇപ്പോൾ പ്രതികരിച്ചിട്ടുണ്ട്. അവരുടെ പ്രതികരണം നമുക്കൊന്ന് കേട്ടു നോക്കാം. ശരിക്കും പറഞ്ഞാൽ പണ്ടൊക്കെ ആണെങ്കിൽ പയ്യപ്പയ്യായിരുന്നല്ലേ. ഇപ്പൊ കാലം വളരെ ഈസി ആയിട്ടാണ് തിരിച്ചു മറുപടി കൊടുത്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ അതായത് ഇരട്ടത്താപ്പുകൾ എങ്ങനെയാണെന്ന് കൃത്യമായിട്ട് കാണിച്ച് പോയിന്റ് ഔട്ട് ചെയ്യുന്നുണ്ട്. ഇവിടെ നോക്കൂ, നമുക്ക് അറിയാം, നമ്മൾ ഇതിനു മുമ്പ് സംസാരിച്ചുള്ള രാഹുൽ മാങ്കൂട്ടത്തിൽ. രാഹുൽ ഒരു അവിവാഹിതനായിട്ടുള്ള ആൾ ചെയ്തത് നല്ലതോ ശരിയോ എന്നല്ല നമ്മുടെ പോയിന്റ്. അവിവാഹിതനായിട്ടുള്ള ഒരാള് 2-3 പ്രണയങ്ങൾ ഉണ്ടായിരുന്നു. ഓക്കെ, ഗർഭചിത്രം അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. കോടതിയിൽ കേസുമാണ്. അപ്പോഴും അങ്ങനത്തെ പ്രശ്നങ്ങൾ ഉള്ളപ്പോൾ പോലും
അദ്ദേഹത്തിന്റെ ആ ഒരൊറ്റ കാര്യം വെച്ചിട്ട് ഇവിടെ രാഷ്ട്രീയമായിട്ട് മുതലെടുപ്പ് നടത്തിയിട്ടുള്ളതാണ് CPM എന്ന പാർട്ടി, ഇടതുപക്ഷം. അന്ന് തന്നെ അതിനെതിരെ ശക്തമായിട്ട് രംഗത്ത് വന്ന ആളാണ് ഈ ഗണേഷ് കുമാർ, അല്ലെ? ഇയാളുടെ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിപ്പോ ഗണേഷ് കുമാർ മാത്രമൊന്നുമല്ല, നമ്മൾ പറയുമ്പോൾ MLA ആണ്, അന്നും രാഹുൽ മാങ്കൂട്ടത്തിന്റെ പറഞ്ഞ പൊതുപ്രവർത്തകനാണ്, അപ്പൊ ധാർമ്മികത വേണം, റോൾ മോഡൽ ആയിരിക്കണം എന്നാണ്. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, മന്ത്രിയാണ്, കേരളത്തിന്റെ ഗതാഗത വകുപ്പ് മന്ത്രിയാണ്, എന്ത് ധാർമ്മികതയാണ് ഇയാൾക്കുള്ളത്? അത് പരസ്യമായിട്ട് എന്നിട്ട് ഒരു ഉളുപ്പില്ലാതെ അയാളൊന്ന് സംസാരിക്കുന്നുണ്ടല്ലോ. 5000-ഓളം പ്രണയം നല്ലതല്ലേ? ഇതൊക്കെയാണോ പ്രണയം? എന്ന് തൊട്ടാണ് ഞാൻ ചോദിക്കുന്നത്, ഈ ഒരു വേലിചാട്ടത്തിന് പ്രണയം എന്നുള്ളൊരു പേര് വന്നത്. പ്രണയം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലേ അതൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നിർവചനമാണ്. അതിങ്ങനെ ഭർത്താവില്ലാതെ നമ്മളെ പട്ടാളം പുരുഷന്റെ ഇല്ലാതിരിക്കുമ്പോ ഭഗീരഥൻ പിള്ള സരസ്വതി ചേച്ചിയുടെ അടുത്ത് പോയി സെറ്റപ്പ് ഉണ്ടാക്കണതല്ല പ്രണയം. പ്രണയത്തിന് പ്രണയം എന്നുള്ള വാക്കാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. 5000-ഓളം പ്രണയങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പൊ ഒരു കാര്യം ഉറപ്പല്ലേ, നമ്മളെ ഓൾ ഇന്ത്യ മെഡിക്കൽ സയൻസ് നമ്മളെ ഇത് വന്നില്ല എങ്കിൽ പോലും എയിംസിൽ വേണ്ട, പക്ഷെ എന്ത് വരും, എയ്ഡ്സ് സെന്റർ മിക്കവാറും ഉണ്ടാവാനുള്ള എല്ലാ സെറ്റപ്പും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അല്ലെ? ഞാൻ എന്നിട്ട് നോക്കി, നമ്മുടെ മൊത്തത്തില് പ്രൊഫൈലുകളിലൊക്കെ നോക്കിയിട്ട് ഡ്രോൺ പാർട്ടി നോക്കി, കേരളത്തിലെ വട്ടപ്പൊട്ടിസ്റ്റ് ഫെമിനിസ്റ്റുകൾ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ദുബായ് ബേസ്ഡ് ആയിട്ടൊക്കെ ഭയങ്കരമായിട്ട് പാട്രിയാർക്കിയുടെ ഇതൊക്കെ എടുത്ത് ഓടിക്കുടുക്കുകയും കൊണ്ട് ഓടിയ കുറെ ടീംസ് ഉണ്ടായിരുന്നല്ലോ, പുട്ടിയിട്ട കുറെ പെണ്ണുങ്ങള്. ഒരാൾക്ക് ഒരക്ഷരം സംസാരിക്കാനില്ല. ഇവിടെ രണ്ട് കാര്യങ്ങളുണ്ട്. നമുക്ക് ഗണേഷ് കുമാറിന്റെ അദ്ദേഹത്തിന്റെ കാര്യം പറയുമ്പോൾ തന്നെ അറിയാം, ഇതേ ഗണേഷ് കുമാറാണ് സരിതയുടെ ഇഷ്യൂ ഉണ്ടായിട്ട് നമ്മുടെ ചാണ്ടി സാറിനെ ഏറ്റവും കൂടുതൽ സമൂഹത്തിന്റെ മുന്നിൽ എന്താ പറയാ തേജോവധം ചെയ്യാൻ ഇട്ടുകൊടുത്ത ഒരാളായിരുന്നു ഈ ഗണേശൻ. എനിക്ക് ശരിക്കും പറഞ്ഞ ഈ മന്ത്രിസഭയിൽ മറ്റൊരു ഇടതുപക്ഷ മന്ത്രികളോടും ഇത്രയും അമർഷമില്ല. പക്ഷെ പുള്ളിക്കാരാണ്, കാരണം ഒരു പാർട്ടിയിൽ നിന്നിട്ട് ആ സ്വന്തം അതിലുള്ളൊരു മുതിർന്നൊരു മനുഷ്യനെ കൊണ്ടുവന്ന് അതിന്റെ ഇടയിൽ കൊണ്ടുവന്ന് ട്വിസ്റ്റ് ചെയ്തിട്ട് സ്വന്തം സ്വഭാവ വൈകല്യം, അത് ഇതൊക്കെ അയാളുടെ ലൈംഗിക വൈകൃതമാണ്. ആ വൈകൃതം മറക്കാനൊക്കെ വേണ്ടിയിട്ട് വേറൊരു മനുഷ്യന്റെ തലയിൽ കൊണ്ടുവന്നിട്ട് വന്ന മന്ത്രിസഭ ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് ഇയാൾ എന്ത് ചെയ്തു, മറുകണ്ഠം ചാടി കഴിഞ്ഞപ്പോഴേക്കും അതുവരെ ഇടതുപക്ഷം ഭയങ്കരമായിട്ട് നിന്ന ഇടതുപക്ഷം എന്ത് ചെയ്തു, ആ ഗണേശനെ പോലെ ഒരു വിശുദ്ധൻ ഇല്ല എന്ന് പറഞ്ഞു. കോഴമാണി എന്ന് വിളിച്ചോണ്ടിരുന്ന ആളെ രൂപക്കൂട് പണിത പോലെ ഗണേശൻ, അതുവരെ കോഴി ഗണേശൻ എന്ന് വിളിച്ചോണ്ടിരുന്ന ഗണേശൻ അതോടുകൂടി ഇടതുപക്ഷത്തിന്റെ ഒപ്പം സഞ്ചരിച്ചു തുടങ്ങിയപ്പം വിശുദ്ധനായി. ഇത് തന്നെയല്ലേ പലപ്പോഴും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളിലും. ഇടതുപക്ഷത്തിന്റെ ഇരട്ടത്താപ്പാണ് ഇവിടെ ശക്തമായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന പല ഇൻസ്റ്റൻസും. ഇവിടെ ഇതില് ഡോക്ടർ യാമിനി തങ്കച്ചി മുൻപും പറഞ്ഞിട്ടുണ്ടായിരുന്നു, അല്ലെ? ഏതോ ഇയാളൊരു മന്ത്രിയാണോ? കാരണം ആലോചിച്ചോക്ക്, ഏതൊക്കെയോ വീടുകളിൽ മതിൽ ചാടി കണ്ട ഭർത്താക്കന്മാര് മുഖത്ത് മുഴുവൻ അടിച്ച് അതിന്റെ അടയാളവും വെച്ച് നടക്കണ മനുഷ്യൻ ചാപ്പയാണ്. ഞാൻ പറഞ്ഞ എന്താ നമ്മൾ പറയുമല്ലോ, പുരുഷുവിന്റെ തോക്ക് വെച്ചിട്ട് പാത്തി വെച്ചിട്ട് അടി കൊടുത്ത പോലാണ് ഇയാൾക്ക് അവിടുന്ന് കിട്ടുന്നത്. ഇത് അതിനൊപ്പം തന്നെ ഇപ്പോഴത്തെ ഭാര്യയല്ലേ ബിന്ദു പറഞ്ഞിട്ടുണ്ട്, ഡൊമസ്റ്റിക് വയലൻസ് ഉണ്ട്. സെയിം ഡൊമസ്റ്റിക് വയലൻസ് ആണ് പറഞ്ഞത്, ഗാർഹിക പീഡനമാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് യാമിനി തങ്കച്ചി. ഇതുപോലത്തെ നമുക്കറിയാം. ഞാൻ എപ്പോഴും വിചാരിക്കും, ഇപ്പൊ MLA ആയിരിക്കുന്ന ശ്രീ മുകേഷ്, അദ്ദേഹത്തിന്റെ ഭയങ്കരമായിട്ടുള്ള ഡൊമസ്റ്റിക് വയലൻസിനെ കുറിച്ച് സംസാരിച്ച ഇന്റർവ്യൂ ചെയ്ത ആളായിരുന്നു വീണ ജോർജ്, നമ്മുടെ ആരോഗ്യവകുപ്പ് മന്ത്രി. അപ്പൊ ഇങ്ങനെയുള്ളവരൊക്കെ ഇപ്പൊ സ്വന്തം പാർട്ടിയിൽ വന്നു കഴിഞ്ഞാൽ അവർക്കൊക്കെ വിശുദ്ധന്റെ കുപ്പായം കൊടുക്കും. അപ്പുറത്തെ പാർട്ടിയിൽ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ വലിയൊരു പ്രശ്നമാക്കി മാറ്റുന്ന ഇടത് അപചയം. ഇടത് എന്താ പറയാ, എനിക്ക് തോന്നുന്നു ഈ ചിന്ത ഒരു മുദ്രാവാക്യം വിളിച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പടില്ലാത്ത നേരത്ത്, അല്ലെ? ഈ ഗണേഷ് കുമാർ, കാരണം റോൾ മോഡൽസ് ഒക്കെ ഇതൊക്കെ ആയിരുന്നല്ലോ. അപ്പം PK ശശി പാർട്ടി മാറി അപ്പുറത്തുനിന്ന് പാർട്ടിയിൽ നിന്ന് പുറത്താക്കി കഴിഞ്ഞ ഉടനെ തന്നെ പാർട്ടിയിൽ ഒരാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, പാർട്ടി ഓഫീസുകളൊക്കെ അനാശാസ്യ കേന്ദ്രങ്ങളായിരുന്നു ആക്കി മാറ്റിയെന്ന്. അപ്പം നമ്മുടെ കൂടെ പാർട്ടിയിൽ PK ശശി നിൽക്കുമ്പോൾ അനാശാസ്യ കേന്ദ്രത്തിന് നമ്മൾ എന്താ പേരിടുക? അത് പാർട്ടി ഓഫീസാണ്. അവിടെ പുരോഗമന നവോത്ഥാനങ്ങളൊക്കെയാണ് നടക്കുന്നത്. പാർട്ടീനെ എന്തെങ്കിലും കുറ്റപ്പെടുത്തിയിട്ട് ഇപ്പുറത്തേക്ക് പോകുന്നു അല്ലെങ്കിൽ ചാടുന്നു എന്നല്ല, പാർട്ടി പുറത്താക്കപ്പെട്ട് കഴിഞ്ഞാൽ ആ സ്വന്തം പാർട്ടി എന്താണ്, അനാശാസ്ത്ര കേന്ദ്രമാണെന്ന് ഒരു ഉളുപ്പില്ലാതെ പറയുന്നവരാണ് ഇടതുപക്ഷ അടിമകൾ. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ കോൺഗ്രസിനെയും UDF-നെയും വെള്ളം കുടിപ്പിച്ച ഇടതിനെ വലിച്ചു കീറി ഭിത്തിയിൽ ഒട്ടിക്കാൻ തന്നെ ഇറങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ പ്രതിപക്ഷം. ഒരു മയവും ഞങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ട എന്ന് അവർ തുടക്കത്തിൽ തന്നെ അങ്ങ് പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട്. ഗണേഷ് കുമാറിനെതിരെ ഗുരുതര ആരോപണങ്ങളുമായി ഭാര്യ ബിന്ദു രംഗത്തെത്തിയതിന് പിന്നാലെ KSU സംസ്ഥാന വൈസ് പ്രസിഡന്റ് യദു കൃഷ്ണൻ ഇപ്പോൾ DGPക്ക് ഒരു പരാതി നൽകി. മന്ത്രി മറ്റൊരു സ്ത്രീയുമായി കിടക്ക പങ്കിട്ടതായും അദ്ദേഹവും സ്റ്റാഫും ചേർന്ന് ഭാര്യ ബിന്ദു മേനോനെ ആക്രമിച്ചതായും ഈ പരാതിയിൽ ആരോപിക്കുന്നുണ്ട്. സംഭവത്തിൽ സമഗ്രമായ അന്വേഷണം നടത്തി മന്ത്രിക്കും ബന്ധപ്പെട്ട സ്റ്റാഫിനെതിരെയും കേസെടുക്കണമെന്നാണ് യദു കൃഷ്ണന്റെ ആവശ്യം. മന്ത്രിയുടെ ഭാര്യ ബിന്ദു മേനോൻ തന്നെയാണ് ഈ വിഷയങ്ങൾ നേരിൽ കണ്ടതെന്നും തുടർന്ന് 112ലേക്ക് വിളിച്ച് വിവരമറിയിച്ചെന്നും പരാതിയിൽ പറയുന്നുണ്ട്. എന്നാൽ ഈ പരാതിയിൽ അന്ന് തുടർ നടപടികൾ ഉണ്ടായില്ലെന്നും DGPക്ക് നൽകിയ കത്തിൽ യദു കൃഷ്ണൻ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്.
മന്ത്രിയുടെ വഴിവിട്ട ബന്ധങ്ങളെക്കുറിച്ച് ഭാര്യ തന്നെ തുറന്നു പറഞ്ഞ സാഹചര്യത്തിൽ വിഷയത്തിന്റെ ഗൗരവം കണക്കിലെടുത്ത് അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും പരാതിക്കാരൻ ആവശ്യപ്പെടുന്നു. വാളകത്തെ വീട്ടിൽ വെച്ച് ഗണേഷ് കുമാറിനെ കാണാൻ പാടില്ലാത്ത സാഹചര്യത്തിൽ കണ്ടുവെന്നാണ് ബിന്ദു വെളിപ്പെടുത്തിയത്. ഇത് മാത്രമല്ല, തെളിവുകളും അവരുടെ ഫോണിലുണ്ട്. വീഡിയോകളും ചിത്രങ്ങളും അവർ മൊബൈലിൽ പകർത്തുകയും ചെയ്തിട്ടുണ്ട്. ഇത് ഗണേശന് നല്ല 8ന്റെ പണിയാണ്. ഇതിന് തെളിവ് തന്റെ കയ്യിലുണ്ടെന്ന് അവർ അവകാശപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഒന്നും അവർ നിഷേധിച്ചിട്ടില്ല. സംഭവം കണ്ടതിനെ തുടർന്ന് മൊബൈൽ ഫോൺ കൈക്കലാക്കാൻ ഗണേഷ് കുമാറിന്റെ സന്തത സഹചാരികൾ ശ്രമിച്ചുവെന്നും ബിന്ദു തന്നെയാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ അവരെ കയ്യേറ്റം ചെയ്യാനുള്ള ശ്രമം അവിടെ നടന്നിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാകുകയാണ്. പക്ഷേ ചെന്ന പോലീസ് കുന്തം വിഴുങ്ങിയതുപോലെ നിൽക്കുകയായിരുന്നു. ബിന്ദു മേനോന്റെ പ്രതികരണങ്ങൾ വന്നതിന് പിന്നാലെ ഇപ്പോൾ ഈ വിഷയത്തിൽ വിമർശനവുമായി പ്രതിപക്ഷ നേതാവ് VD സതീശൻ രംഗത്ത് വന്നിട്ടുണ്ട്. മന്ത്രിയുടെ ഭാര്യയ്ക്ക് പോലും ലഭിക്കാത്ത നീതി കേരളത്തിലെ ഏത് സ്ത്രീക്കാണ് ലഭിക്കുകയെന്ന് സതീശൻ ചോദിച്ചു. വിഷയത്തിൽ മുഖ്യമന്ത്രി നിലപാട് വ്യക്തമാക്കണം. ഗണേഷ് കുമാറിന്റെ ഭാര്യയുടെ പരാതിയിൽ പോലീസ് എന്ത് നടപടി സ്വീകരിച്ചു എന്ന് വ്യക്തമാക്കണമെന്നും സതീശൻ ആവശ്യപ്പെട്ടു. മുഖ്യമന്ത്രി കപ്പ് പിടിച്ച് PR നടത്തിയില്ലേ? ആ കപ്പ് ഇപ്പോഴും മുഖ്യമന്ത്രിയുടെ കയ്യിലില്ലേ എന്നും സതീശൻ പരിഹസിച്ചു. അങ്ങനെ 4 വഴിക്കൂടെയും ഇപ്പോൾ പിണറായിക്കാണ് അടികിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഗണേശൻ വെടിവഴിപാടിന് പോയിട്ടും പിണറായി ഇപ്പോൾ അതിനെല്ലാം മറുപടി പറയേണ്ട അവസ്ഥയാണ്. നാണം കെട്ടി നിൽക്കുകയാണ് കമ്മിക്കൂട്ടം. ഇതുവരെ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ തുരുതുരാ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട കമ്മികളെ ഒന്നും ഈ വിഷയത്തിൽ കാണാനില്ല. രാഹുലിനെ അങ്ങ് കൊന്നു കുഴിച്ചു മൂടണമെന്ന് വാദിച്ച ഒരു ചാനലുകളെയും ഇപ്പോൾ ഈ വിഷയത്തിൽ കൂടുതൽ പ്രതികരണങ്ങൾക്കൊന്നും കാണുന്നില്ല. ഇനി അന്തിച്ചർച്ച ഉണ്ടാകുമോ എന്നൊന്നും നമുക്കറിയില്ല. എന്തായാലും കൈരളിയിൽ ഇപ്പോൾ വല്യേട്ടൻ പടമാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ കുക്കറി ഷോയും ഇടയ്ക്കിടെ കാണിക്കും. പക്ഷേ ഗണേശന്റെ കാര്യം വാർത്തയാക്കില്ല. ദേശാഭിമാനിയിലും വരാൻ പോകുന്നത് സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങൾ മാത്രമായിരിക്കും. അല്ലാതെ ഗണേശന്റെ കുൽസിത വാർത്തകൾ ഉണ്ടാകില്ല. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.